ഹൈ, ജർമ്മനി ലോങ് ടൈം വിസയ്ക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അതുപോലെ ഏതൊക്കെ കാറ്റഗറിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ india.diplo.de ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ സന്ദർശിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂ വിസ സർവീസ്, അപ്ലൈ ഫോർ യുവർ ലോങ് ടൈം വിസ ഓൺലൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 കാറ്റഗറീസ് ആണ് ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് എംപ്ലോയ്മെന്റ് ബ്ലൂ കാർഡ് ആണ്. രണ്ടാമത്തേത് അക്കാഡമിക് ഡിഗ്രി ഹോൾഡേഴ്സ് എംപ്ലോയ്മെന്റ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി വൊക്കേഷണൽ ട്രെയിനിങ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഡിഗ്രി ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ നേഴ്സസ്, ഫുൾ റെക്കഗ്നൈസ്ഡ് നേഴ്സസ്. നാലാമത്തെ കാറ്റഗറി വരുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡ് ആണ്. അഞ്ചാമത് വരുന്നത് സ്റ്റുഡന്റ് വിസയാണ്. മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് തുടങ്ങിയ സ്റ്റുഡന്റ് വിസാസ് ആണ് വരുന്നത്. ആറാമത് വരുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുന്നവരാണ്. ഹൗസ് ബിൽഡിംഗ്, FSD, VFD തുടങ്ങിയ കാറ്റഗറീസ് ആണ് വൊക്കേഷണൽ ട്രെയിനിങ് കാറ്റഗറിയിൽ വരുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് digital.diplo.de ഈ ഒരു വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ പോയതിനു ശേഷം കോൺസുലാർ സർവീസസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ID അതുപോലെ തന്നെ ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുക. അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വിസ ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ VFSന്റെ സർവീസ് ചാർജ് പേ ചെയ്യുക. പേ ചെയ്ത് പ്രിലിമിനറി റിവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്യുക. VFS നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റിന്റെ ലിങ്ക് കാര്യങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പോയിന്റ്മെന്റ് കിട്ടിയതിന് ശേഷം അപ്പോയിന്റ്മെന്റുമായിട്ട് VFS ഗ്ലോബലിൽ നമ്മൾ ചെല്ലുക. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ്സ്, പാസ്പോർട്ട് ഫോട്ടോ, അതുപോലെ തന്നെ വിസ ഫീസ് പേ ചെയ്യുക. പേ ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം എംബസിയിൽ നിന്ന് നമുക്ക് വിസ ഗ്രാൻഡ് ആയിട്ട് പാസ്പോർട്ട് റിട്ടേൺ കൊറിയർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ പോർട്ടൽ വഴി അപ്ഡേറ്റ്സുകൾ നടക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജർമ്മനി വിസ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.